പണ്ടൊക്കെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഹൃദയാഘാതം കൊണ്ടുണ്ടാകുന്ന മരണങ്ങളൊക്കെ പ്രായമായവരും അതുപോലെ വളരെ വിരളവുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ചെറുപ്പക്കാർ വരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കാരണം? ഇതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് വളരെ രീതിയിൽ ചേഞ്ച് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും പല സമയത്ത് ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതിയും അങ്ങനെയൊക്കെ കൊണ്ടാണ്, അതുപോലെ തന്നെ വ്യായാമക്കുറവും, ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു മൂല കാരണമായി പറയപ്പെടുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതേപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലെന്ന് നമുക്ക് നോക്കാം. അതായത് റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണ്? അതായത് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് പുകവലി ശീലമുള്ളവർ, അവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് അമിതവണ്ണമുണ്ട്, അച്ഛനൊക്കെ നല്ല തടിയുണ്ട്, കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മക്കൾക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പറയുന്നത് ലഹരിയുടെ അമിത ഉപയോഗം, അതും ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ വ്യായാമക്കുറവ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറവുള്ളത് വ്യായാമത്തിൻ്റെ കുറവാണ്. നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ വ്യായാമത്തിൻ്റെ വളരെ രീതിയിലുള്ള കുറവുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് കാരണമാണ്. അതുപോലെ തന്നെ പ്രമേഹം ഹൃദയാഘാതം വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതായത് പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ പ്രമേഹമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം. നമ്മളെപ്പോഴും ഇപ്പോൾ പറയപ്പെടുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് പ്രഷർ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അതായത് ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് അതുപോലുള്ള ഹാർട്ട് ഡിസീസൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എങ്ങനെ നമുക്കത് തിരിച്ചറിയാമെന്ന് നോക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടതുഭാഗത്താണ്. പക്ഷേ ഹൃദയാഘാതമായിട്ടുണ്ടാകുന്ന വേദന ഇടതു ഭാഗത്ത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ മധ്യഭാഗത്താണ്. അതായത് നമ്മുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് ഇതിൻ്റെ വേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത്, നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ ഭാഗത്തായിരിക്കും. പിന്നെ ഈ ഒരു വേദന നമ്മുടെ താടിയെല്ലിൻ്റെ ഇടതുഭാഗത്തേക്ക് ചിലർക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഇടത്തെ ഷോൾഡറിലേക്ക് വരാം, അതുപോലെ കയ്യിലേക്കൊക്കെ വ്യാപിക്കാം. അതായത് ഇവിടുന്ന് തുടങ്ങി ആ വേദന നമ്മുടെ കയ്യിലേക്ക്, ഷോൾഡറിലേക്കൊക്കെ ഇടതുഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാണിക്കാറ്. പക്ഷെ ഒരു 10% ആളുകളിൽ ഈ ഒരു ഹാർട്ട് സംബന്ധമായിട്ട് അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ നിശബ്ദമായിരിക്കും. അതായത് ഒരു ലക്ഷണങ്ങളും കാണിക്കാറുണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിലാണ് ഇതേപോലെ ഒരു സൈലന്റ് അറ്റാക്ക് എന്നുള്ള രീതിയിലൊക്കെ വരാറ്. അതുപോലെ ചിലർക്ക് ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തലകറക്കം അനുഭവപ്പെടാം, ഛർദി അനുഭവപ്പെടാം, ഓക്കാനമൊക്കെ അനുഭവപ്പെടാം. എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു 10% ആളുകളിൽ ഈ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് കാണിച്ച് അത് പെട്ടെന്ന് ഭയങ്കര സിവിയർ ആവുകയും പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഡെത്ത് വരികയും ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അതായത് പെട്ടെന്നൊരു പണിസ്ഥലത്ത് നിന്നൊക്കെ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവർ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ബ്ലോക്ക് ആയിരിക്കും, കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് ഉണ്ടായിരിക്കുക. അവർക്ക് അധിക രീതിയിലുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ എത്താൻ വൈകി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുക കൂടി ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പലർക്കും ഇതിൻ്റെ ഒരു സൂചനകൾ അതിൻ്റെ മുന്നേ തന്നെ കിട്ടാറുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് ഇതിലേക്കുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സൂചന നമ്മുടെ ശരീരം തരും. അത് നമ്മൾ പലപ്പോഴും അത് അവഗണിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നോക്കി അവഗണിക്കുന്ന ഒരു സമ്പ്രദായമാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. അതെന്താണ്? നമ്മൾ അമിതമായിട്ടുള്ള, അതായത് സാധാരണത്തിലും കൂടുതലായിട്ടുള്ള ഒരു ജോലിയിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഒന്ന് ഭാരം എടുക്കുക, കുറച്ച് കൂടുതലായിട്ട് സ്പീഡിൽ നടക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കൊരു നെഞ്ചിലൊരു പിടുത്തം, നമ്മുടെ ഈ ഒരു ഇടത്തെ ഭാഗത്ത് അല്ലെങ്കിൽ നടുവിൽ ഭാഗത്ത് ഒരു പിടുത്തം അനുഭവപ്പെടുക, ഒരു നെഞ്ചിനൊരു വിമ്മിഷ്ടം അനുഭവപ്പെടുക. പക്ഷേ നമ്മൾ ആ ജോലിയൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാറുകയും കൂടി ചെയ്യാം.
അതായത് എക്സേഷണൽ ആൻജൈന എന്നാണ് പറയാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ചിലപ്പം ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ഹാർട്ട് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ സ്പീഡിലൊന്ന് ഓടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് സാധാരണത്തിൽ കൂടുതൽ കിതയ്ക്കുക, സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കുക, ഒരു ഓക്കാനം വരിക, ഛർദി വരിക, കൂടുതൽ നടക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നല്ല വിയർപ്പ് വന്നൊരു ക്ഷീണം വരിക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സൂചനകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും ഈ ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അപായ സൂചനയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്ത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പണ്ടൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞാലായിരുന്നു ഇങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇന്ന് ഒരു 20 വയസ്സ് കഴിഞ്ഞ യുവാക്കൾ വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ അവഗണിക്കാതെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? അതായത് ഞാൻ പറഞ്ഞു, ഒരു 20 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും അവർ പ്രമേഹം, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദമുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ട് കൂടുതലുള്ളവർ ബാക്കിയുള്ള ടെസ്റ്റിലേക്ക് പോയാൽ മതി. പിന്നെ അങ്ങനെ ഒരു നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും നിർബന്ധമായിട്ടും അവരുടെ ഫാസ്റ്റിങ്ങിലുള്ള ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ BP നോക്കണം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം, അതുപോലെ തന്നെ ECG നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, അതുപോലെ തന്നെ ഇങ്ങനെ അസ്വസ്ഥതകൾ ഉള്ളവർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫാസ്റ്റിങ്ങിൽ വെറും വയറ്റിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യണം നിർബന്ധമായിട്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ECG കൂടി എടുക്കണം. ECG എന്തെങ്കിലും ചെറിയ വേരിയേഷൻ കാണിക്കുകയാണെങ്കിൽ TMT ചെയ്യണം, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എക്കോ കാർഡിയോഗ്രാഫി, അതായത് TMT അഥവാ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൂടി നമ്മൾ TMTയിലൂടെ അറിയാൻ പറ്റും. അതേപോലെ ഹൃദയ സംബന്ധമായിട്ട് സ്ട്രക്ചറലായിട്ട് ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എക്കോ കാർഡിയോഗ്രാഫി വഴി നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ, അതേപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ നിർബന്ധമായിട്ടും ഒരു 40 വയസ്സാകുമ്പോഴേക്കും ഈ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, ECG, TMT, എക്കോ കാർഡിയോഗ്രാഫി ഒക്കെ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ, എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്നതാവാം, അതുപോലെ തന്നെ നമുക്ക് ജോഗിങ് ആവാം, അല്ലെങ്കിൽ നടത്തം, നല്ല രീതിയിലുള്ള നടത്തങ്ങളാവാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ആ രീതിയിലുള്ള എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് കഴിയുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖം നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എല്ലാ അറിവിലേക്കായിട്ട് പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു.